ഒടുവിൽ താൻ തന്നെ ജയിച്ചിരിക്കണു. മേനോൻ ഇപ്പോഴും തോറ്റു. താൻ വാദിച്ചില്ലേ മക്കളെ തോൽപ്പിച്ചിട്ട് ഒന്നും വേണ്ടെന്ന്? വേണ്ട, ഒക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു. അവരുടെ ഒരു സ്വത്തും നമുക്കിനി വേണ്ട. എന്റെ ഏറ്റവും വലിയ സ്വത്ത് താനല്ലേടൂ. തനിക്ക് വേണ്ട പിന്നെ എന്തിനാ എനിക്ക്? ഒക്കെ തിരിച്ചു കൊടുത്തു. സന്തോഷമായില്ലേ? എന്തേലും ഒന്നും മിണ്ടടോ. ഇനി നമുക്കിടയില് ഇങ്ങനെ കൊട്ടിയടച്ചൊരു വാതിൽ വേണോ? വേണ്ട, തുറക്ക്. അറുട്ടേ, തുറക്ക്. എന്നാലും എന്നോട് മിണ്ടില്ല എന്ന് പറയാൻ തനിക്ക് എങ്ങനെ നാവ് പൊങ്ങിന്നാ ഞാൻ വിചാരിക്കണേ? ആ, തുറക്ക്. അറുട്ടേ, ഒന്ന് തുറക്കാൻ. അറുട്ടേ, തുറക്കടോ. അറുട്ടേ, എന്താ ഇത്? അറുട്ടേ, 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 തുറക്കാൻ. അറുട്ടേ, 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 തുറക്കാൻ. വാതിൽ തുറക്കാൻ. അറുട്ടേ, 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 അറുട്ടേ. രാധ എത്തിയില്ലല്ലോ? ഇല്ല, എത്തിയിട്ടില്ല. പോലീസ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്താ വേണ്ടേ? എന്നവിടെ പാർവതി ഭാഗ്യവതിയാ. മക്കൾക്ക് വേണ്ടിയാ അയാൾ ജീവിച്ചത്, മക്കൾക്ക് വേണ്ടിയാ മരിച്ചത്. ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യാ വേണ്ടത്? കണ്ടില്ലേ, കുളിച്ചൊരുങ്ങി സിന്ദൂരവും ചാർത്തി ഒരു മംഗളകർമ്മം നടത്തിയ പോലെയാ പോയിരിക്കണേ. ഒരു സങ്കടേ ഉള്ളൂ, മക്കൾക്ക് വേണ്ടി മരിക്കാനൊരുങ്ങി. ഞാൻ കൊടുത്ത സിന്ദൂരം നിറയിൽ അണിഞ്ഞപ്പോ അയാള് പോയാൽ ഒന്നും മിണ്ടാൻ, ഓട്ടമേന്നെ സാരമില്ല എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ ആരോരുമില്ലാണ്ട് അനാഥപ്രേതം പോലെ ഒരു കിളവൻ ഈ ഭൂമിയിൽ തെണ്ടി നടക്കുമെന്ന് ഒരു നിമിഷം ഓർത്തില്ലല്ലോ തമ്പി. രാധിക എത്തിയിട്ടില്ല. എന്താ വേണ്ടേ? ഒരു വഴിപാടൂടെ ബാക്കിയുണ്ട്. ആ കടം കൂടി വീട്ടണം. എന്നിട്ട്
നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ആർക്കും അച്ഛനൊരു ബാധ്യതയാവില്ല. നിങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കണം. എന്നാലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അച്ഛനുണ്ടാവും. മോളെ, പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് പോകരുതേ മുത്തച്ഛ.